ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഈ സ്വർഗം എന്നൊരു കൺസെപ്റ്റ് ശാസ്ത്രവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സ്വർഗത്തിൽ നിഴലില്ല, അല്ലെങ്കിൽ വെളിച്ചമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എപ്പോഴും വെളിച്ചമായിരിക്കും, അവിടെ നിഴലില്ല, ഇരുട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ശരീരങ്ങൾക്ക് ഭാരമുണ്ടാവുകയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന് ഭാരമില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥ അത് ശരീരമില്ലാത്ത അവസ്ഥ തന്നെയായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ശരീരമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയും ദുഃഖവുമെല്ലാം നമ്മുടെ ശരീരത്തെ നമ്മൾ വഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നാം ഒരു ആത്മാവായിരിക്കിയാൽ നമുക്ക് സുഖങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തിരിച്ചറിയേണ്ടതായിട്ടുണ്ടാവില്ല. യഥാർത്ഥമായിട്ട് ആത്മാവിൻ്റെ സ്വരൂപം എന്നത് സത്യത്തിൽ ശാന്തമാണ്. അപ്പോൾ ശാന്തമായ അല്ലെങ്കിൽ സമാധാനമുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരീരമില്ലാത്ത ആത്മാവിൻ്റെ ഒരു ലോകം എന്ന് തന്നെയാണ്. എന്നാൽ ശരീരമുണ്ടെങ്കിൽ ആ ശരീരത്തിന് വേദനകളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. അഥവാ ശരീരമുണ്ടെങ്കിൽ തന്നെ ശരീരത്തിന് ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട് എന്നും നമുക്കറിയാം. അപ്പോൾ ശരീരത്തിൻ്റെതാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സർവ്വമായ ആഗ്രഹങ്ങളെല്ലാം നമുക്കുണ്ടാകാനുള്ള കാരണം ശരീരം കാരണമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇത് ആത്മാവിൻ്റെ ലോകമാണ്, ആ ലോകത്ത് നിഴലില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിലൂടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് പ്രകാശം കൊണ്ട് നിർമ്മിതമായതാണ്. അതുകൊണ്ടാവാം അവിടെ നിഴലുകളില്ലാത്തത്. വാസ്തവത്തിൽ ഈ ലോകത്തുള്ള നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ശരീരമുണ്ടെങ്കിൽ മാത്രമാണ്. പല കാര്യങ്ങളോടുമുള്ള ആഗ്രഹം തോന്നുന്നത് ശരീരമുള്ളതുകൊണ്ടാണ്. വാസ്തവത്തിൽ ശരീരത്തിന് വേണ്ടിയാണ് ആത്മാവ്, നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് നമ്മളുള്ളിൽ കുടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് നാം അറിയുന്ന നമ്മുടെ സന്തോഷം? അത് നമ്മുടെ ശരീരത്തിന് അനുഭവിക്കുന്ന സുഖകരമായ അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ സന്തോഷമായിട്ട് മാറാറുള്ളത്. വേദനയില്ലാത്ത അവസ്ഥ, ദുഃഖമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആത്മാവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഏകാന്തമായിട്ട് ധ്യാനിക്കുന്നു അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ശരീരത്തെ താൽക്കാലികമായിട്ടെങ്കിലും മറക്കുമ്പോഴുള്ള ആ ഒരു സമാധാന അവസ്ഥയാണ് സത്യത്തിൽ നാം അറിയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ആ ഒരു ആത്മാവിൻ്റെ സ്വരൂപത്തെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് പലപ്പോഴും. അതായത് നമ്മൾ ആത്മാവിൻ്റെ സ്വരൂപത്തെ അറിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഭാരമില്ലാതായിട്ട് തോന്നുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ യാതൊരു മോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്താൻ ശ്രമിക്കുന്ന ആ ഒരു ശ്രമമാണ് പലപ്പോഴും മെഡിറ്റേഷൻ ആയിക്കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ, നിരന്തരമായ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീരമില്ലാത്തപ്പോൾ ആഗ്രഹങ്ങൾക്ക് യാതൊരു പ്രസക്തി ഉണ്ടാവുകയില്ല, വിശപ്പുണ്ടാവുകയില്ല, ദാഹവും വേദനകളും ഉണ്ടാവുകയില്ല, ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള വിസർജ്യാവസ്ഥകളും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വാസ്തവം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരീരത്തിൽ നിന്നുള്ള വിസർജ്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ കാരണം ശരീരം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ശരീരത്തിൻ്റെ വലിപ്പം, അതായത് ആത്മാവിൽ നിന്നുകൊണ്ട് ആത്മാവിനെ അറിയാൻ സാധിക്കുകയാണെങ്കിൽ ആത്മാവ് തന്നെ ശരീരമായി മാറുന്ന അവസ്ഥയെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് കാലങ്ങൾക്ക് മുമ്പ് അറിയിച്ചു തന്ന ഈ ഒരു അറിവുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്വർഗത്തിലെ ഒരു മരത്തിൽ നിന്നും ഒരു പഴം അല്ലെങ്കിൽ ഒരു ആപ്പിൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും അടുത്ത ആപ്പിൾ ഫിറ്റ് ആവുന്നുണ്ട്. ഒരുപാട് നമ്മൾ ചിന്തിച്ച അല്ലെങ്കിൽ ചിരിച്ച ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് വയ്ക്കുമ്പം, നമ്മൾ ഈ ലോകത്ത് നിന്ന് ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ കരസ്ഥമാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പഴം നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മറ്റൊന്ന് അവിടെ ഫിറ്റ് ആവുകയില്ല. മറ്റൊന്ന് ചിലപ്പം മറ്റൊരു പൂവിട്ടുകൊണ്ട് അത് കായായി മാറി ഫലമായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും അവിടെ തന്നെ അതുപോലെ മറ്റൊരെണ്ണം ഉണ്ടാവുകയില്ല. എന്നാൽ ഇതെല്ലാം നമുക്ക് കിട്ടിയതായിട്ടുള്ള അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളുടെ കഥയാണ് പറയുന്നത് എന്നുള്ള ഒരു സത്യത്തെയും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എളിയ ശ്രമം മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഴം നമ്മൾ പൊട്ടിക്കുന്നതായിട്ടും അത് കഴിക്കുന്നതുമായിട്ടുമുള്ള അനുഭവം തീർച്ചയായിട്ടും നമുക്ക് ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കെ ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു അനുഭവത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് ആ ഒരു അനുഭവം തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്ത് തന്നെ നമ്മൾ മെഡിറ്റേഷനിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ആ ഒരു അനുഭവത്തിലൂടെ, അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലൂടെയും ആ ഒരു അനുഭവത്തിലൂടെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്, മെൻ്റലിസം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴായിട്ടും പലരിലും ഇതേപോലെ പച്ചവെള്ളം കൊടുത്തുകൊണ്ട് തന്നെ അത് മധുരമുള്ള പാനീയമാക്കി മാറ്റാൻ അവരുടെ മനസ്സിനെ അങ്ങനെ തോന്നിപ്പിക്കാനുള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആ ഒരെണ്ണം നമ്മൾ എടുത്ത് കഴിച്ചതായിട്ടുള്ളതിൻ്റെ ആ ഒരു സുഖാനുഭൂതി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയും, എന്നാൽ അത് വാസ്തവത്തിൽ അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ, ശാന്തമായ മനസ്സുള്ള ഒരവസ്ഥ, ദുഃഖം ഇല്ലാത്ത ഒരവസ്ഥ. എപ്പോഴും അവിടുത്തെ സ്വർഗ്ഗലോകത്തുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പരമാത്മാവിനെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട്.
നാം ഇവിടെ നമ്മുടെ സ്വന്തം ആത്മാവിനെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. അപ്പോൾ നാം നമ്മുടെ ആത്മാവിനെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല മഹത് വ്യക്തികളും മഹാന്മാരും എല്ലാം ഈ ലോകത്ത് ചെയ്തതും ഇത് തന്നെയാണ്. താൻ ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവരെല്ലാം തേടിയത്. എന്നാൽ ആത്മാവും പരമാത്മാവും വേറെയല്ല എന്നുള്ള സത്യത്തിലേക്ക് പലരും എത്തിപ്പെടും ഈ ലോകത്ത് വെച്ച് തന്നെ. എന്നാൽ ആ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് പറയുന്നത് പരമാത്മാവിനെ നേരിട്ട് ദർശിക്കാൻ പറ്റുക എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വളരെ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്, ആ ഒരു സ്വർഗ്ഗലോകത്തെ വെളിച്ചം അല്ലെങ്കിൽ അത് സൂര്യനിൽ നിന്നോ അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്നോ ഉള്ള വെളിച്ചമല്ല, അത് പരമാത്മാവിൻ്റെ പ്രകാശത്തിൽ നിന്നുള്ള ആ ഒരു പ്രകാശം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പരമാത്മാവിൽ നിന്ന് എങ്ങും നിറയുന്ന ആ ഒരു പ്രകാശം തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെ ആത്മാവിലേക്കും അവിടെ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ കുറേ കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത, മനസ്സിന് സമാധാനം നൽകുന്ന, ആത്മാവിനെ ശാന്തമാക്കുന്ന ഒരു മൃദുവായ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു വെളിച്ചം എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നരകത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കിയിട്ട് നരകത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നരകത്തിലെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ശരീരം ഉണ്ടായേ മതിയാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതും വലിയ ശരീരം, ഭീമാകാരമായിട്ടുള്ള ശരീരം അവിടെ ഉള്ളവർക്ക് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗ്ഗലോകത്തും ശരീരമില്ല എന്ന് എവിടെയും പറയുന്നില്ല. സ്വർഗ്ഗലോകത്ത് ശരീരമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ശരീരം എന്നത് മനസ്സിൻ്റെ അവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നരകലോകത്തിൽ അങ്ങനെയല്ല. മജ്ജയും മാംസവുമുള്ള ശരീരം തന്നെ ഉണ്ടാകും. അതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നാം എല്ലായ്പ്പോഴും പല മതങ്ങളുടെ വീക്ഷണത്തിലൂടെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മാവ് പരമാത്മാവുമായിട്ട് ലയിക്കുന്ന അല്ലെങ്കിൽ ഈ ജീവിത ചക്രത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആത്മാവ് സ്വതന്ത്രമാകുന്ന ഒരവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷതുല്യമായ ഒരവസ്ഥയാണ് സ്വർഗ്ഗലോകം എന്നതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നരകത്തിലെ സ്ഥിതി എന്ന് ചെയ്യുമ്പോഴേക്കും അത് ഭൂമിയിലേന് സമാനമായ ഒരു സ്ഥിതിവിശേഷമാണ്. അതായത് വലിയ ശരീരങ്ങൾ അവർക്ക് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വലിയ ശരീരങ്ങൾ നൽകുകയാണെങ്കിൽ അതിൻ്റെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശരീരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേദനകളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. നാം ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള കുറ്റബോധങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നാം ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം നമുക്ക് വീണ്ടും വീണ്ടും തോന്നിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? ഇത് ശാസ്ത്രീയമായിട്ട് അടിസ്ഥാനമില്ല എന്നല്ല, ശാസ്ത്രീയമായിട്ട് അടിസ്ഥാനമുള്ള രീതിയിൽ തന്നെയാണ് ഇതെല്ലാം സംവിധാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, നാമെല്ലാം ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേക്കും നമുക്ക് അനുഭവിക്കുന്ന ചെറിയ ചെറിയ വേദനകളും വീഴ്ചകളും എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴെല്ലാം നാം വീഴുമ്പോഴെല്ലാം നാം പെട്ടെന്ന് തന്നെ ഒന്ന് കരയുകയും പെട്ടെന്ന് തന്നെ ആ ഒരു വേദനയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ നാഡികൾ ആ ഒരു പെയിൻ റിസപ്റ്ററുകൾ പൂർണ്ണമായി വളർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. അതിനാൽ തന്നെ വേദനയുടെ തീവ്രതയും വളരെ കുറവായിട്ടുള്ളത് പോലെ നമുക്ക് തോന്നും. എന്നാൽ വലിയവർ അതുപോലെയല്ല. വലിയവർക്ക് തീർച്ചയായിട്ടും ഈ പെയിൻ റിസപ്റ്ററുകളെല്ലാം വളരെ വികസിച്ചതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ വേദനയാണെങ്കിലും അത് വലിയ വേദനയായിട്ട് തന്നെ അറിയാൻ സാധിക്കും. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ജനിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എന്തെങ്കിലും ശസ്ത്രക്രിയ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഡോക്ടർമാർ പറയുന്നൊരു കാര്യമുണ്ട്, ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് വേദന വലുതായിട്ട് അനുഭവപ്പെടില്ല എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ശരീരങ്ങൾക്ക് വേദന അനുഭവിക്കാനുള്ള ചെറിയ മനുഷ്യ ശരീരമാണെന്നുണ്ടെങ്കിൽ ആ വേദനകളൊക്കെ അനുഭവിക്കാനുള്ള ആ ഒരു വേദനയുടെ തീവ്രത വളരെ കുറവായിരിക്കും. എന്നാൽ വലിയ ശരീരത്തിൽ ആ ഒരു തീവ്രത വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേദന മുമ്പത്തെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യാനുള്ള ഓർമ്മ വളരെ കുറവാണ്. മുമ്പ് ഉണ്ടായിട്ടുള്ള ചെറിയ കാലങ്ങളിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വേദനകളുടെ അനുഭവങ്ങളാണ് വലുതായി കഴിയുമ്പോഴേക്കും ആ ഒരു വേദനകളുടെ ഓർമ്മകളാണ് നമുക്കുണ്ടാകുന്ന വേദനകളെ വളരെ വലിയ വേദനയായിട്ട് തോന്നിപ്പിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഇതിലധികം വേദന ഉണ്ടായിട്ടുണ്ട്, ഇത് ഭയങ്കരമാകുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് നമുക്ക് ചെറിയൊരു വേദനയെ പോലും വളരെ ഭയാനകരമായി മാറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മരണത്തെ സംബന്ധമാക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മരണവേദനയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും സംബന്ധമാക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഇപ്പോഴും ലഭ്യമാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കാവുന്നതാണ്. ആ വീഡിയോ താല്പര്യമെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ വലിയവർക്ക് വേദനയ്ക്ക് മുമ്പേ ഭയം ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഭയം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ടെൻഷൻ, നാഡികൾ കൂടുതൽ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ വേദന കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ കുട്ടികൾക്ക് ആ മുൻകൂട്ടി ഭയവും കുറവാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല അവരുടെ നാഡികളൊക്കെ ആ വളർച്ച പ്രാപിച്ചു വരുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ അവരുടെ വേദന വളരെ കുറവായിരിക്കും. മാത്രമല്ല കുട്ടികളുടെ ശ്രദ്ധ വളരെ വേഗം മാറുകയും ചെയ്യും. അവർക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കളിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ അങ്ങ് മാറുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വേദനയിൽ നിന്ന് പെട്ടെന്ന് മാറാൻ സാധിക്കും. എന്നാൽ വലിയവർ വേദനയെ ചിന്തിച്ച് പിടിച്ചിരിക്കും. വേദനയുടെ ആ ഒരു കാഠിന്യം നീളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹോർമോണുകളും ജീവിതഭാരവുമൊക്കെ ഈ വേദന സംബന്ധമായിട്ട് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വേദനയുടെ കാര്യത്തിൽ വലിയൊരു സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ കോർട്ടിസോൾ കൂടുതലായിരിക്കും എന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വലിയവരുടെ ശരീരത്തിൽ കോർട്ടിസോൾ കൂടുതലായിരിക്കുമെന്നും അല്ലെങ്കിൽ ഈ സ്ട്രെസ് ഹോർമോണുകൾ കൂടുതലായിരിക്കുമെന്നും പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. സ്ട്രെസ്സുള്ളപ്പോൾ വേദന വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നരകത്തിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ ശരീരത്തിൽ നമുക്ക് വളരെയധികം വേദന അനുഭവിക്കുന്ന രീതിയിലുള്ള വേദനാജനകമായിട്ടുള്ള ഒരു ശിക്ഷയെക്കുറിച്ചാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലാണെങ്കിൽ തന്നെ എത്ര തവണ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അത്രയും തവണ സ്വർഗ്ഗത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം പാപമോചനത്തെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ കേട്ട് പഠിച്ചിട്ടുള്ള പാഠങ്ങളിലെല്ലാം പഠിച്ചിട്ടുള്ള പോലെ ദൈവം നിങ്ങളെ എണ്ണയിലിട്ട് ചുട്ടു വറുത്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു സൈക്കോയെ പോലെയാണ് പലരും പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്? സമാധാനവും ശാന്തതയുമാണ് എങ്കിൽ അതിനേക്കാൾ ശാന്തമായിട്ടുള്ള ഒന്നാണ് പരമാത്മാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കാരുണ്യം, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എത്രത്തോളം കാരുണ്യമുണ്ടോ അതിനേക്കാൾ പല മടങ്ങ് കാരുണ്യം ഉണ്ടാവാൻ എന്തുകൊണ്ടും പരമാത്മാവിന് സാധ്യമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ ഒരു കാരുണ്യത്തെയാണ് ഇത്രത്തോളം വളച്ചൊടിച്ചുകൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യത്തെ നാം അറിയാതെ പോകരുത്. അപ്പോൾ ആ ഒരു നരകത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ തീർച്ചയായിട്ടും ശരീരമുള്ളൊരു ലോകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ശരീരത്തിൻ്റെ വേദനകളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മെ തളർത്തുന്ന ആ ഒരു രീതിയിലേക്കാണ് അവിടുത്തെ ശിക്ഷകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴെല്ലാം കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മോചനം അവർക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മാവിന് ഒരിക്കലും ഭാരമുണ്ടാകില്ല, ശരീരത്തിന് തീർച്ചയായിട്ടും ഭാരമുണ്ടാകുമെന്ന് നമുക്കറിയാം. അത് പ്രപഞ്ചത്തിലെ നിയമം അതുതന്നെയാണ്, ഈ ഒരു ലോകത്തെ നിയമം അതുതന്നെയാണ്. ഇവിടെ നമ്മുടെ ശരീരത്തിന് ഭാരമുണ്ട്. അപ്പോൾ മാസമുള്ള എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ശരീരമുള്ള എല്ലാത്തിനും ഭാരമുണ്ട്. എന്നാൽ ശരീരം ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ ഭാരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഭാരമില്ലായ്മയെ തന്നെ നമുക്ക് എടുത്താൽ, ആ ഒരു ഭാരമില്ലായ്മയെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും സ്വർഗ്ഗലോകം എന്തിൻ്റെ ലോകമാണ്, അത് ആത്മാവിൻ്റെ ലോകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ ശാസ്ത്രത്തെ കൂടുതലായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ശാസ്ത്രത്തെ കൂടുതലായിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ശാസ്ത്രത്തിന് നേരെ നമ്മൾ കണ്ണടക്കുകയാണ് എങ്കിൽ ശാസ്ത്രം ഏറ്റവും കൂടുതൽ പഠിച്ച ഒരാൾ ദൈവമില്ല എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് ശാസ്ത്രം വിരൽച്ചുകൊണ്ടുന്നത് ദൈവമുണ്ട് എന്നുള്ളതിനെ തന്നെയാണ്. അപ്പോൾ ശാസ്ത്രം പഠിച്ചവരാണ് ഞങ്ങൾ ദൈവത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരേക്കാൾ എന്തുകൊണ്ടും ശാസ്ത്രം പഠിച്ചിട്ട് ദൈവത്തെ അംഗീകരിക്കുന്നവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഈ ലോകത്ത് തന്നെയുണ്ട്. ഖുർആൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചുപോയി അവനെ ചാരമാക്കി പൊടിച്ച് അവൻ്റെ ആ ഒരു അസ്ഥി കഷ്ണമെല്ലാം വെള്ളത്തിലൊഴുക്കിയ ശേഷവും അതിൽ നിന്ന് എങ്ങനെ ജീവൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു ദൈവവിശ്വാസം ഉണ്ടായ കാലം മുതൽക്ക് ഇന്ന് വരേക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എല്ലാം നശിച്ചു പോയെന്നിരിക്കുക അവൻ ആരാണ് വീണ്ടും പുനർനിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കുന്നത് എന്ന് ഖുർആൻ ഞാൻ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങളറിയുക, നിങ്ങളൊന്നും അല്ലായിരുന്ന ഒരു കാലത്ത് നിങ്ങളെ ഉണ്ടാക്കിയത് എപ്രകാരമാണോ അപ്രകാരം തന്നെ നിങ്ങളെ വീണ്ടും പുനർനിർമ്മിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ആ ദൈവത്തിന് എല്ലാത്തരം സൃഷ്ടിപ്പുകളെ പറ്റിയും അറിവുള്ളവനാണ് എന്നും പറയുന്നുണ്ട്. ഒരു വലിയ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന പക്ഷിയുടെ മുട്ട ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നത് എപ്രകാരമാണ്? അതിൻ്റെ ഭാരം കൂടുതലുള്ളതുകൊണ്ടാണ് അത് താഴെ വീണ് ഉടഞ്ഞു പോകുന്നത്. എന്നാൽ ഒരു അപ്പുപ്പൻ താടി കാറ്റിൽ എങ്ങനെയാണ് പറന്നുയരുന്നതും പറന്നു പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ ഭാരം കുറവായതുകൊണ്ടാണ്. അതിന് വലിയ ആഘാതങ്ങളും ഏൽക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിന് ഭാരം വളരെ കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഭാരം തന്നെയാണ് നമ്മെ ഈ ലോകത്തുള്ള ദുഃഖങ്ങൾ അനുഭവിക്കാനായിട്ട് കാരണമാക്കി മാറ്റുന്നത്. ജീവിതം ദുഃഖമയമാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള ഭാരം നമ്മുടെ ശരീരത്തിനുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്കുള്ളത് എന്താണ്? നമ്മുടെ ശരീരത്തിനുള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് വിശപ്പും ദാഹവും ഉള്ളത് കൊണ്ടാണ്. അതിനെല്ലാം കാരണമായിട്ടുള്ളത് നമ്മുടെ ശരീരമാണ്. എന്നാൽ മറ്റൊരു ലോകത്ത് ഇതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോധമുണ്ട്, എന്നാൽ നമ്മുടെ ശരീരമില്ല എന്ന് തന്നെയാണ്. നാം എന്ന ബോധവും നാം എന്ന വിചാരവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയാണ് ഈ ലോകത്ത് ആവശ്യമുള്ളത് എന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ശരീരത്തിൽ നിന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങൾക്ക് ശരീരമില്ലാതെ നിങ്ങൾ ഒരു ബോധമായി ഈ ലോകത്ത് നിലനിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ശരീരമില്ലെങ്കിൽ പിന്നെ എന്ത് വേദനയാണ് നിങ്ങൾക്കുള്ളത്? എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്? യാതൊരു പ്രശ്നവും നിങ്ങളെ അലട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ ഈ ലോകത്ത് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ശരീരം എന്ന മാധ്യമത്തിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ശരീരമെന്ന ഈ ഒരു മാധ്യമം ഇല്ലാതാകുമ്പോൾ നാം എന്ന ബോധം ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന സത്യമാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരമെങ്കിൽ ആത്മാവിൻ്റെ ലോകത്ത് നമുക്ക് തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ഭാരങ്ങളില്ലാതെ ദുഃഖങ്ങളില്ലാതെ ജീവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നതാണ്.